friends, good morning all. Once again welcome back to my new video. Okay, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പുതിയ ടോപ്പിക് ആണ് പ്രൊഫൈൽ റൈറ്റിംഗ്. ഓക്കെ, നമുക്കറിയാം 8th 9th 10th അതുപോലെ തന്നെ +1 +2 ഒക്കെ മസ്റ്റ് ആയിട്ടും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് പ്രൊഫൈൽ റൈറ്റിംഗ്. നമുക്ക് എക്സാം ഒക്കെ ആയല്ലേ, ക്രിസ്മസ് എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അറിയാം അല്ലെ, 5 മാർക്കിന് അല്ലെങ്കിൽ 6 മാർക്കിന് മസ്റ്റ് ആയിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്രൊഫൈൽ റൈറ്റിംഗ്. നമുക്കറിയാം കുറച്ച് കാര്യങ്ങൾ അതായത് നമുക്ക് ഓൾറെഡി ഹിൻസ് ഒക്കെ ഓൾറെഡി തന്നിട്ടുണ്ടാവും. അതിൽ നിന്നാണ് നമ്മളതെടുത്ത് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുന്നത്. ജസ്റ്റ് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതി നമുക്ക് അടിപൊളി പ്രൊഫൈൽ എഴുതാൻ പറ്റും. അതുപോലെ തന്നെ 5 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്ക് ഫുൾ മാർക്ക് നമുക്ക് കരസ്ഥമാക്കാൻ പറ്റും. ഒരു അര മാർക്ക് പോലും കുറഞ്ഞു പോകാതെ ഇതിൽ ഫുൾ മാർക്സ് നമ്മൾ സ്കോർ ചെയ്യണം. ഈ പ്രൊഫൈൽ റൈറ്റിംഗ് ക്ലിയർ. നമുക്കറിയാം എന്ത് വന്നാലും എന്തായാലും എല്ലാ എക്സാംസിനും ചോദിക്കുന്ന ഒരു ഏരിയയാണ് പ്രൊഫൈൽ റൈറ്റിംഗ് അല്ലെ. എല്ലാ കുട്ടികൾക്കും മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടി ഉള്ള ഏറ്റവും വഴിയാണ് ഈ പ്രൊഫൈൽ റൈറ്റിംഗ്. ഓക്കെ, നമുക്ക് പ്രൊഫൈൽ റൈറ്റിംഗ് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. കുറച്ച് കാര്യങ്ങൾ, കുറച്ച് പ്രൊപ്പോസിഷൻ ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഏടെയിടുന്ന നമുക്ക് കറക്റ്റായിട്ടൊന്ന് മനസ്സിലായി സെന്റൻസ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്താൽ കറക്റ്റായിട്ട് നമുക്ക് ഫുൾ മാർക്സ് കിട്ടും. കാരണം നമുക്ക് ഓൾറെഡി ഹിൻസ് അവിടെ തന്നിട്ടുണ്ടല്ലേ, എല്ലാം നമുക്ക് തന്നിട്ടാണ് നമ്മളോട് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞത്. അതിനാണ് നമുക്ക് 6 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ആ 5 മാർക്കിൽ ഒരു അര മാർക്ക് പോലും കുറഞ്ഞു പോകാത്ത രീതിയിൽ ഫുൾ മാർക്സ് നമ്മൾ ഈ ഒരു പ്രൊഫൈൽ റൈറ്റിംഗിൽ വാങ്ങണം. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നോക്കാം. ഓക്കെ, ആർ യു റെഡി? കൂടുതൽ വലിച്ചു നീട്ടുന്നതിന് നമുക്ക് ആദ്യം തന്നെ അതിന്റെ ആ ഒരു കുറച്ച് സ്റ്റെപ്സുകളിൽ ആർ യു റെഡി? പ്രൊഫൈൽ റൈറ്റിംഗിന് ഉണ്ടാവും. പ്രൊഫൈൽ റൈറ്റിംഗിൽ ആ കാര്യങ്ങൾ നമുക്ക് നോക്കിയിട്ട് ആ സ്റ്റെപ്പ് ബൈ അതിന്റെ ഓർഡർ നോക്കാം. പ്രൊഫൈൽ റൈറ്റിംഗിന്റെ ഓർഡർ നോക്കാം. ആ ഓർഡർ അനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് സെന്റൻസ് കറക്റ്റ് ചെയ്യുക, എങ്ങനെയാണ് അത് എക്സാമിൽ വന്നാൽ എങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കാം. പ്രൊഫൈൽ റൈറ്റിംഗ് എന്തൊക്കെയാണ് പ്രൊഫൈൽ റൈറ്റിംഗ് ഉണ്ടാവും? നെയിം ഓഫ് പേഴ്സൺ. ഫസ്റ്റ് വൺ നെയിം ഓഫ് പേഴ്സൺ ഉണ്ടാവും. സെക്കൻഡ് വൺ എന്താ? ഡേറ്റ് ഓഫ് ബർത്ത്. തേർഡ് വൺ ഡേറ്റ് ഓഫ് പ്ലേസ്. Name of parents. Fifth one education. Then sixth one books and works. Then next one awards and last one death. Clear? Name of person, date of birth, date of place, name of parents, awards, education, then death. ഈ കാര്യങ്ങളൊക്കെ തന്നാലേ നമുക്ക് പ്രൊഫൈൽ എഴുതാൻ പറ്റും. നമുക്കറിയാമല്ലേ, ഈ കാര്യങ്ങളൊക്കെ തന്നാലേ നമുക്ക് പ്രൊഫൈൽ എഴുതാൻ പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം. ഈ കാര്യങ്ങളൊക്കെ തന്നിട്ട് ഇതെങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതാൻ നമുക്ക് നോക്കാം. ഓക്കെ, എൻ്റെ കൂടെ ഫോളോ ചെയ്യാം. ഓക്കെ, ഫോളോ ചെയ്യണേ. നമുക്ക് പെട്ടെന്ന് തന്നെ ആ പോയിന്റ്സ് ഒന്ന് ജസ്റ്റ് എത്ര പോയിന്റ്സ് ആണ് നമുക്ക് അറേഞ്ച് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ഒരു ഹിൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഒരു ഹിൻസ് വെച്ചിട്ട് നമുക്ക് അത് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കിയേ. നെയിം ഓഫ് പേഴ്സൺ എന്താ നമ്മളിതാ. ഓക്കെ, നമ്മൾ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഹിൻസ് നമ്മളിവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു ഓർഡറിൽ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. എങ്ങനെയാ നമുക്ക് എഴുതാൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ എന്താ പറയുക? നെയിം ഓഫ് പേഴ്സൺ ആ രവീന്ദ്രനാഥ് ടാഗോർ എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താ? രവീന്ദ്രനാഥ് ടാഗോർ എന്നുള്ളത് നമ്മൾ സെൻട്രൽ ആയിട്ട് നല്ല ക്യാപിറ്റൽ ലെറ്ററിൽ നല്ല അടിപൊളിയിൽ നീറ്റായിട്ട് നമ്മൾ ആ സെൻട്രൽ ഭാഗത്ത് അങ്ങ് എഴുതി വെക്കുക. എങ്ങനെയാ? വിത്ത് അണ്ടർലൈൻ. നമ്മളിത് അണ്ടർലൈൻ ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പാണ് അതല്ലേ പ്രൊഫൈൽ റൈറ്റിംഗിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. നെയിം ഓഫ് എ പേഴ്സൺ, അതായത് ആ വ്യക്തിയുടെ പേര് ക്യാപ്സിൽ എഴുതിയിട്ട് വിത്ത് അണ്ടർലൈൻ. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് അര മാർക്ക് നമ്മൾ വാങ്ങിക്കഴിഞ്ഞു. അര മാർക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അത് അണ്ടർലൈൻ ചെയ്യുമ്പോൾ നമ്മളെ പേപ്പേഴ്സ് വാല്യൂ ചെയ്യുന്നതൊക്കെ കുട്ടി കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ളതാ, കുറച്ച് അണ്ടർലൈൻ ഒക്കെ ചെയ്തിട്ടുണ്ട്, ഒരു ഇംപ്രഷൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഡേറ്റ് ഓഫ് ബർത്ത്. ഫസ്റ്റ് വൺ നമുക്ക് കിട്ടിയല്ലേ. ഓക്കെ, 1 മാർക്ക് നമുക്ക് സ്കോർ ചെയ്തു. നെക്സ്റ്റ് വൺ ഡേറ്റ് ഓഫ് ബർത്ത് എങ്ങനെ എഴുതും നോക്കിയാൽ അത് കുറച്ച് നിങ്ങൾ ശ്രദ്ധിക്കണേ. നിങ്ങൾ മറന്നു പോകുന്നതായിട്ടാണ്, കൂടുതൽ കൺഫ്യൂഷൻ ആക്കാനൊന്നുമില്ലേ. നോക്കിയേ, ഇവിടെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാ തന്നെ നമുക്ക് നോക്കാം. 7th May 1861. ഇവിടെ നോക്കിയേ, നിങ്ങൾ ശ്രദ്ധിക്കണേ, കുറച്ച് ശ്രദ്ധിക്കണേ. കൺഫ്യൂഷൻ ആവുന്നത് മാത്രം. ഇവിടെ എന്താ കൊടുത്തേ? 7th May
1861. നമുക്ക് നോക്കാം. നമുക്ക് ഡേറ്റും കൊടുത്തിട്ടുണ്ട്, ഇയറും കൊടുത്തിട്ടുണ്ട് അല്ലെ, ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അല്ലെ. 7th May 1861, അതായത് ഡേറ്റും കൊടുത്തിട്ടുണ്ട്, ഇയറും കൊടുത്തിട്ടുണ്ട്, രണ്ട് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ന് എഴുതേണ്ടത് നിങ്ങൾ ശ്രദ്ധിക്കണേ. നമ്മൾ പണ്ട് ആ പ്രിപ്പോസിഷൻ ചെയ്യുന്ന വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഡേ ആൻഡ് ഡേറ്റിന്റെ തൊട്ട് മുന്നിൽ നമ്മൾ ഓൺ എന്ന പ്രിപ്പോസിഷനെ ചേർക്കുക എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നമ്മൾ അങ്ങനെ ബാക്കോട്ട് പോയിട്ട് കൺഫ്യൂഷൻ ആവണ്ട. ഇവിടെ നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. നോക്കി, ആൻഡ് ഇയർ ഒരുമിച്ച് കൊടുത്തിനെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? രവീന്ദ്രനാഥ് ടാഗോർ വാസ് ബോർൺ ഓൺ. ഓൺ എന്ന പ്രപ്പോസിഷൻ ആണ് ചേർക്കേണ്ടത്. ഓൺ 7th May 1861. അങ്ങനെ ഡേറ്റ് ആൻഡ് ഇയർ കൊടുത്തിനെങ്കിൽ തൊട്ടു മുന്നേ നമ്മൾ ഓൺ മാത്രം ചേർത്താൽ മതി. രവീന്ദ്രനാഥ് ടാഗോർ വാസ് ബോർൺ ഓൺ 7th May 1861. ഓൺ ആണ് ചേർക്കേണ്ടത്. മക്കളെ, ഡേറ്റ് ആൻഡ് ഇയർ കൊടുത്തിനെങ്കിൽ നമ്മൾ ഓൺ ആണ് ചേർക്കേണ്ടത്. അല്ലാത്ത പക്ഷം നമുക്ക് വെറും ഇയർ മാത്രമേ തന്നിട്ടുള്ളൂ എങ്കിൽ, നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തിൽ ജസ്റ്റ് ഇയർ മാത്രമേ തന്നിട്ടുള്ളൂ എങ്കിൽ നമ്മൾ ഇവിടെ ഇൻ എന്ന പ്രപ്പോസിഷൻ ആണ് ചേർക്കാൻ. ഇൻ ആണ് ചേർക്കേണ്ടത്. ഇയർ മാത്രമാണെങ്കിൽ ചില സമയത്ത് നമ്മൾക്ക് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി, നമുക്കിത് പെട്ടെന്ന് നമ്മൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഇയർ മാത്രം തരും. അപ്പൊ നമ്മൾ ഓൺ ചേർക്കാൻ പാടില്ല, ഇൻ ആണ് ചേർക്കേണ്ടത്. ഫുൾ ഡീറ്റെയിൽസ്, അതായത് ഡേറ്റ് ആൻഡ് ഇയർ രണ്ടും കൊടുത്തിനെങ്കിൽ നമ്മൾ അതിന് തൊട്ട് മുന്നിൽ ഓൺ 7th May 1861. അല്ല, ഇയർ മാത്രമാണെങ്കിൽ അവിടെ ഇൻ ചേർത്താൽ മതി. ഇത്രയും കാര്യങ്ങൾ ഓർത്തേ. അപ്പൊ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് കിട്ടിയേ, അതിന് നമുക്ക് 1 മാർക്ക് കിട്ടിയല്ലേ. ഡേറ്റ് ഓഫ് ബർത്തിന്റെ ഏരിയയിൽ നമുക്ക് 1 മാർക്ക് നമ്മൾ സ്കോർ ചെയ്തു. കാരണം ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഫുൾ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. എന്ത്? ഡേറ്റും തന്നിട്ടുണ്ട്, ഇയറും തന്നിട്ടുണ്ട്. ക്ലിയർ? അതുകൊണ്ട് നമ്മൾ ഓൺ ചേർത്തു. രവീന്ദ്രനാഥ് ടാഗോർ വാസ് ബോർൺ ഓൺ 7th May 1861. ക്ലിയർ? ഇനി നമുക്ക് നോക്കാം. ഡേറ്റ് ഓഫ് ബർത്ത് ഓക്കെ ആയി. ആൻഡ് ഡേറ്റ് ഓഫ് പ്ലേസ്. ഡേറ്റ് ഓഫ് പ്ലേസ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഡേറ്റ് ഓഫ് പ്ലേസ് കൊടുക്കുമ്പോൾ 2 പ്ലേസ് കൊടുത്തിനെങ്കിൽ നോക്കുക, കണ്ണും പൂട്ടി കൊടുക്കുക മക്കളെ. അറ്റ് ആൻഡ് ഇൻ. പ്ലേസിന്റെ കാര്യത്തിൽ നമ്മൾ ഒരു കൺഫ്യൂഷൻ ആക്കണ്ട. നോക്കിയേ, ഇവിടെ കൊടുത്ത പ്ലേസ് കൊൽക്കത്ത ആൻഡ് വെസ്റ്റ് ബംഗാൾ ആണ്. കൊൽക്കത്ത ആൻഡ് വെസ്റ്റ് ബംഗാൾ നോക്കൂ മക്കളെ. 2 പ്ലേസ് കൊടുത്തിനെങ്കിൽ 2 പ്ലേസസ് എന്തായാലും ഓൾറെഡി കൊടുക്കും. ബൈ ചാൻസ് അങ്ങനെ ഓക്കെ 2 പ്ലേസസ് കൊടുത്തിനെങ്കിൽ മക്കളെ നോക്കിക്കോ, അറ്റ് ആൻഡ് ഇൻ എന്ന പ്രിപ്പോസിഷൻ ആണ് ചേർക്കേണ്ടത്. എവിടെയാണ് അത് ചേർക്കുക? എവിടെയാണ് ചേർക്കുക? നമ്മൾ പ്രിപ്പോസിഷൻ പാർട്ടിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നുകൂടെ നമ്മൾ പറയാം, ചെറിയ സ്ഥലമാണെങ്കിൽ നമ്മൾ അവിടെ അറ്റ് ചേർക്കുക. അല്ല, വലിയ സ്ഥലമാണെന്നെങ്കിൽ നമ്മൾ ഇൻ ചേർക്കുക. നോക്കാം, ഇതാ കൊൽക്കത്ത ആൻഡ് വെസ്റ്റ് ബംഗാൾ എന്ന് കൊടുത്തു. അറ്റ് കൊൽക്കത്ത ഇൻ വെസ്റ്റ് ബംഗാൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാം. ക്ലിയർ? അങ്ങനെ കൊടുത്താൽ മതി. അത് ഫസ്റ്റ് ചെറിയ സ്ഥലത്തിന് തൊട്ട് മുന്നിൽ നമ്മൾ അറ്റ് എന്ന പ്രിപ്പോസിഷൻ ചേർക്കുക. ദെൻ വലിയ സ്ഥലത്തിന് തൊട്ട് മുന്നിൽ ഇൻ എന്ന പ്രിപ്പോസിഷനും ചേർക്കുക. ഓക്കെ, അതായത് 2 പ്ലേസ് ആ കൊടുത്തെങ്കിൽ, ഒറ്റൊരു പ്ലേസ് മാത്രമാണെങ്കിൽ നമ്മൾ എവിടെ നിന്ന് ചേർത്താൽ മതി? ഇൻ ചേർത്താൽ മതി. ഓക്കെ, ഒറ്റൊരു സ്ഥലമാണെങ്കിൽ അവിടെ നമ്മൾ ഇൻ ചേർന്ന. 2 സ്ഥലമാണ് കൊടുത്തിനെങ്കിൽ അറ്റ് ദെൻ ഇൻ എന്ന കാര്യം നമ്മൾ ഓർത്ത് വെക്കുക. അപ്പൊ ഫസ്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് ഓക്കെ ആയി, പ്ലേസ് ഓക്കെ ആയി. ക്ലിയർ? അറ്റ് എൽ അല്ലെങ്കിൽ ഇൻ. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കിയേ, രവീന്ദ്രനാഥ് ടാഗോർ വാസ് ബോർൺ ഓൺ 7th May 1861 അറ്റ് കൊൽക്കത്ത ഇൻ വെസ്റ്റ് ബംഗാൾ. ക്ലിയർ? നമ്മുടെ സെന്റൻസ് കൺഫ്യൂഷൻ ഇല്ലാണ്ടായില്ലേ? ഇപ്പൊ നമ്മൾ ഇത് പഠിക്കുമ്പോൾ തന്നെ വേറെ ഇപ്പം ഏതെങ്കിലും നമ്മളെ എക്സാമ്പിൾ തന്നെ എടുത്തിട്ട് നമ്മൾ ചെയ്ത് നോക്കി. നമ്മളെ എക്സാമ്പിൾ തന്നെ എടുത്തിട്ട് നമുക്ക് ഇതേ ഓർഡറിൽ ചെയ്ത് നോക്കിയേ. ഓക്കെ, 2 നമുക്ക് കറക്റ്റ് ആയിട്ട് ഒന്നും ചിന്തിക്കാണ്ട് ചെയ്യാൻ പറ്റൂലേ? 2 പ്ലേസ് ആണെങ്കിൽ അറ്റ് അല്ലെങ്കിൽ ഇൻ. ചെറിയ പ്ലേസിന് തൊട്ടിപ്പുറം അറ്റ്, വലിയ പ്ലേസിന് തൊട്ടിപ്പുറം ഇൻ. ഓക്കെ, ഈ 2 ഇതും കൂടെ പഠിക്കുമ്പോഴേക്കും നമുക്ക് 1 മാർക്കും കൂടെ നമ്മൾ സ്കോർ ചെയ്യും. നമുക്ക് നെക്സ്റ്റ് പോവാം. പേരൻസ്. നെയിം ഓഫ് പേരൻസ് നമുക്ക് നോക്കാൻ ചില സമയത്ത് നമുക്ക് പ്രൊഫൈൽ റൈറ്റിംഗിൽ, അതായത് ആ ഒരു പേഴ്സന്റെ പേരൻസ് കൊടുക്കും. മിക്കവാറും ചില സമയത്ത് കൊടുക്കാറില്ല, എന്നാലും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നോക്കേ, നെയിം ഓഫ് പേരൻസ് ചില സമയത്ത് കൊടുക്കാറുണ്ട്. നെയിം ഓഫ് പേരൻസ് നോക്കാം നമുക്ക് എന്താണ്. നെയിം ഓഫ് പേരൻസ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആർ അല്ലെങ്കിൽ വേർ യൂസ് ചെയ്യുക. വേർ WHERE വേർ അല്ല, WERE വേർ ആയിരുന്നു എന്നർത്ഥത്തില്. ആർ അല്ലെങ്കിൽ വേർ ചേർക്കുക. വേർ ഏത് WHERE വേർ ആണോ? അല്ല, WERE വേർ. ക്ലിയർ? ആർ അല്ലെങ്കിൽ വേർ. എന്തിനാണ് നമുക്ക് നോക്കാം. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതിയേ. നിങ്ങൾ എങ്ങനെയാ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയേ. ഹിസ് പാരന്റ്സ് ആർ. നമുക്കൊരു ഗേൾ, ഒരു ലേഡീനെ പറ്റിട്ട്, ഒരു ഫേമസ് ലേഡീനെ പറ്റിട്ട് നമുക്ക് പ്രൊഫൈൽ റൈറ്റിംഗ് എഴുതണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തുക? ഹെർ പേരൻസ് ആർ. ഹിസ് ഓ ഹെർ നോട്ട് ചെയ്യണേ. ഇവിടെ രവീന്ദ്രനാഥ് ടാഗോർ ആയതുകൊണ്ട് ഹിസ് പാരന്റ്സ്
ആർ ആണോ വേർ ആണോ എന്നുള്ളത് കൺഫ്യൂഷൻ നിങ്ങൾ നോക്കിയേ. അതെന്തിനാണ് ആർ അല്ലെങ്കിൽ വേർ നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞേ? പേരൻസ് മരിച്ചതാണെങ്കിൽ വേർ യൂസ് ചെയ്യുക, അല്ല പേരൻസ് ജീവിച്ചിരിക്കുന്നതാണെങ്കിൽ ആർ യൂസ് ചെയ്യുക. ഹിസ് പാരൻസ് ആർ അല്ലെങ്കിൽ ഹിസ് പാരൻസ് വേർ. അത് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവും. നമുക്ക് അതാ ഹിൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓൾറെഡി അയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് തന്ന പേഴ്സന്റെ ഡെത്ത് മരിച്ചു കഴിഞ്ഞതാണെങ്കിൽ നമുക്ക് എന്താണ് ചിലപ്പോൾ ഊഹിക്കാം, ചിലപ്പോൾ പാരൻസും മരിച്ചിട്ടുണ്ടാവും. അങ്ങനെ ജസ്റ്റ് നമുക്ക് ഊഹിക്കാം അല്ലെ. അത് നമുക്ക് വിടുക. എന്നാലും നമുക്ക് കുറെ ഉറപ്പുള്ളതാണെങ്കിൽ, നമുക്ക് ഉറപ്പുള്ളതാണെങ്കിൽ വേർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ആർ യൂസ് ചെയ്യുക. അതിന്റെ സെന്റൻസിന്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാ? ഹിസ് പാരൻസ് ആർ അല്ലെങ്കിൽ ഹെർ പാരൻസ് ആർ അല്ലെങ്കിൽ വേർ. ഓക്കെ, നമുക്ക് അടുത്തത് മനസ്സിലായില്ലേ? നമുക്ക് 1 മാർക്ക് അതും കിട്ടി അല്ലേ? ആ ഒരു ജസ്റ്റ് ചെറിയ കുറച്ച് കാര്യങ്ങൾ ഓർത്ത് വെച്ചപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു 1 മാർക്കും കൂടെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റി. ഹിസ് പാരൻസ് ആർ, ഹെർ പാരൻസ് ആർ, അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ വേർ. മരിച്ചതാണെങ്കിൽ വേർ, മരിച്ചതല്ലെങ്കിൽ ആർ. ഓക്കെ, ഈ ഭാഗം നമുക്ക് ഓക്കെ ആയില്ലേ? ദെൻ നെക്സ്റ്റ് പോയിക്കൂടെ? നെക്സ്റ്റ് നമുക്ക് നോക്കാം. എഡ്യൂക്കേഷൻ ആണ്. ഇവിടെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ കാര്യത്തിൽ എഡ്യൂക്കേഷൻ ഞാൻ ഹിൻസിൽ കൊടുത്തിട്ടില്ല. പക്ഷെ നമുക്ക് എഡ്യൂക്കേഷനും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യണം. എഡ്യൂക്കേഷന്റെ ഹിൻസിൽ ഇവിടെ എഡ്യൂക്കേഷന്റെ ഹിൻസ് കൊടുത്തിട്ടില്ല, പ്രൊഫഷൻ ആണ് കൊടുത്തത്. ഓക്കെ, നമ്മൾ ഇപ്പൊ എഡ്യൂക്കേഷൻ കൊടുത്തില്ലെങ്കിൽ നമുക്കൊന്ന് എങ്ങനെയാന്ന് നോക്കാം. നമുക്ക് എഡ്യൂക്കേഷൻ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ചിലപ്പോൾ നമുക്ക് ഹിൻസിൽ എഡ്യൂക്കേഷൻ തരും. എഡ്യൂക്കേഷൻ ആണെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്യാം. എഡ്യൂക്കേഷൻ ആണ് നിങ്ങൾക്ക് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് എഴുതാം? ഹി കംപ്ലീറ്റഡ് ഡിഗ്രി അല്ലെങ്കിൽ ഹി കംപ്ലീറ്റഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഫ്രം ഇന്ന യൂണിവേഴ്സിറ്റി ഡാഷ് പ്ലേസിന്റെ തൊട്ട് മുന്നിൽ ഇൻ ചേർക്കുക. ഹി കംപ്ലീറ്റഡ് ഇന്ന ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ. എന്താണ് കംപ്ലീറ്റഡ്? ഹി കംപ്ലീറ്റഡ് എഴുതുക. ഹി കംപ്ലീറ്റഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഫ്രം എന്നാൽ ഫ്രം ഏത് യൂണിവേഴ്സിറ്റി അല്ലെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നാണ് പറയുന്നത്? ഫ്രം കേരള യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഫ്രം ഇന്ന യൂണിവേഴ്സിറ്റി. ദെൻ ഇൻ പ്ലേസ് കൊടുക്കുക. പ്ലേസിന്റെ ആ ഏത് സ്ഥലത്താണോ വെച്ചാൽ പ്ലേസിന്റെ തൊട്ടു മുന്നേ ഇൻ ചേർക്കുക. അപ്പൊ നമ്മൾ ഈ ഓർഡർ പഠിക്കുക. ഹി കംപ്ലീറ്റഡ്, ദെൻ ഫ്രം, ദെൻ ഇൻ. ഓക്കെ, നമ്മൾ ഈ ഓർഡറിൽ പഠിക്കുക. ഹി കംപ്ലീറ്റഡ്, ദെൻ ഫ്രം, ദെൻ ഇൻ. ഹി കംപ്ലീറ്റഡ് എന്താണ് കംപ്ലീറ്റഡ്? ഹി കംപ്ലീറ്റഡ് എഞ്ചിനീയറിംഗ് ഫ്രം എന്ന യൂണിവേഴ്സിറ്റി, എന്താണ് അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത് ഫ്രം എന്നിട്ട് കൊടുക്കുക. ദെൻ പ്ലേസിന്റെ അടുത്ത് ഇൻ കൊടുക്കുക. ഹി കംപ്ലീറ്റഡ് ഫ്രം ഇൻ എന്ന ഓർഡറിൽ നമ്മൾ പഠിച്ചു വെക്കുക. ഹി കംപ്ലീറ്റഡ് എഞ്ചിനീയറിംഗ് ഫ്രം സെന്റ് ജോസഫ് കോളേജ് ഇൻ ഡൽഹി. ഫോർ എക്സാമ്പിൾ ഞാൻ തന്നതാണ്. ഹി കംപ്ലീറ്റഡ് എഞ്ചിനീയറിംഗ് ഫ്രം സെന്റ് ജോസഫ് കോളേജ് ഇൻ ഡൽഹി. ഇത് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെതല്ല, ഞാൻ പറയാ എഡ്യൂക്കേഷൻ ആണ് നമുക്ക് തന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെ ഹി കംപ്ലീറ്റഡ് ഫ്രം ഇൻ എന്ന ഓർഡർ നമ്മൾ പഠിച്ചു വെക്കുക. ഹി കംപ്ലീറ്റഡ് എന്നാണ് കംപ്ലീറ്റഡ് ആയത്? ഡിഗ്രി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്. ദെൻ ഫ്രം ഏത് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കോളേജിൽ നിന്ന് അങ്ങനെയുള്ളത്. ദെൻ അതിന്റെ പ്ലേസ് കൊടുക്കുമ്പോൾ അതിന് തൊട്ട് മുന്നിൽ ഇൻ ചേർക്കാം. ഓക്കെ, നമുക്ക് ചിലപ്പോൾ നമുക്ക് പ്രൊഫഷൻ ആയിരിക്കും തരിക. ഇവിടെ നമുക്ക് കൊടുത്തത് പ്രൊഫഷൻ ആണ്. എന്താണ് പ്രൊഫഷൻ ആയിരിക്കും തരിക? ടാഗോറിന്റെ കേസിൽ നമുക്ക് കൊടുത്തത് പ്രൊഫഷൻ ആണ്. ഫിലോസഫർ, സോഷ്യൽ റിഫോമർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഹി വാസ് ഫേമസ് ഇങ്ങനെ കൊടുക്കുക. ഹി വാസ് ഫേമസ് പോയറ്റ്, അതെന്നെ ഓർഡറിൽ പഠിക്കുക. ഹി വാസ് ഫേമസ് പോയറ്റ്, ഫിലോസഫർ, സോഷ്യൽ റിഫോമർ എക്സെട്ര. ഓക്കെ, പ്രൊഫഷൻ ആണ് ഇങ്ങനെ കൊടുത്തത്. ദെൻ എഡ്യൂക്കേഷൻ ആണെങ്കിൽ നമ്മൾ ഈ ഓർഡർ പഠിക്കുക. ഹി കംപ്ലീറ്റഡ് ഫ്രം ഇൻ, ഹി കംപ്ലീറ്റഡ് ഫ്രം ഇൻ, അല്ലെങ്കിൽ ഹെർ ആണെങ്കിൽ അവളാണെങ്കിൽ ഹെർ കംപ്ലീറ്റഡ് ഫ്രം ഇൻ. ഓക്കെ, നമുക്കപ്പോൾ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊഫഷനാ കൊടുത്തിനെങ്കിൽ നമ്മൾ പഠിച്ചു. എഡ്യൂക്കേഷൻ ആണെങ്കിൽ നമ്മൾ, പ്രൊഫഷൻ ആണെങ്കിൽ സിമ്പിൾ ആണ്. ഹി വാസ് ഫേമസ് ഇന്നതുപോലെ പോയറ്റ്, ഫിലോസഫർ, കോമ ഇട്ടിട്ട് നമ്മൾ അത് എഴുതാം. അപ്പൊ പോയറ്റ്, ഫിലോസഫർ, സോഷ്യൽ റിഫോം എന്ന് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. ദെൻ പോയറ്റിന്റെ പി, സോഷ്യൽ റിഫോമിന്റെ എസ്, ദെൻ ഫിലോസഫിന്റെ പി, ഇതൊക്കെ ക്യാപ്സിൽ എഴുതുക. കോമ ഇട്ടിട്ട് ക്യാപ്സിൽ എഴുതുക. കോമ ഇടുക. അതിനൊക്കെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ കോമ ഇടാണ്ട് എഴുതുമ്പോൾ തന്നെ നമ്മൾ എപ്പോഴും നോക്കുന്ന വാല്യൂ ചെയ്യുന്നൊക്കെ ഒരു ഇംപ്രഷൻ കൊടുക്കുക. അതൊക്കെ ക്യാപ്സിൽ എഴുതാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ബുക്സിലേക്ക് കടക്കാം. അവരെ ഫേമസ് ആയിട്ടുള്ള ബുക്സ് ആൻഡ് വർക്ക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ നമ്മൾ ആഡ് ചെയ്യുക നമുക്ക് നോക്കാം. ഓക്കെ, ഇത് നമുക്ക് ഓക്കെ ആയില്ലേ? ഓക്കെ, ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ആൻഡ് ബുക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബുക്സ് കൊടുക്കും, ചിലപ്പോൾ വർക്ക്സ് കൊടുക്കും. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് എഴുതുക നോക്കാം. നമുക്ക് അതിന്റെ ഓർഡർ നോക്കാം. ഓക്കെ, ഇവിടെ ഫേമസ് ആയിട്ടുള്ള ബുക്ക് ഏതൊക്കെ കൊടുത്ത? ടാഗോറിന്റെ ഗീതാഞ്ജലി, ഹോം ആൻഡ് ദ വേൾഡ്, ഗീതാഞ്ജലി, ദ ഹോം ആൻഡ് ദ വേൾഡ്, സ്ട്രാബേർഡ്സ്. ഓക്കെ, നമുക്ക് നോക്കാം അത് എങ്ങനെ കൊടുക്കും. 2-3 ബുക്സ് കൊടുത്തിട്ടുണ്ട്. ബുക്സ് അല്ലെങ്കിൽ വർക്ക്സ് കൊടുത്തിട്ടുണ്ട്. ഗീതാഞ്ജലി,
ദ ഹോം ആൻഡ് ദ വേർഡ്, ഗീതാഞ്ജലി ദ ഹോം ആൻഡ് ദ വേർഡ് ആൻഡ് സ്ട്രേ ബേർഡ്സ്. നമുക്ക് നോക്കാം ബുക്സ് ആൻഡ് വർക്ക്സ് കൊടുത്ത് നമ്മൾ എങ്ങനെ എഴുതുമെന്ന്, അതിന്റെ ഒരു ഓർഡർ എങ്ങനെ നമുക്ക് നോക്കാം. നമുക്കറിയാം ഇവിടെ ടാഗോർ ആണ്, അതുകൊണ്ട് ഹിസ് ഫേമസ് വർക്ക്സ് ആർ, അതേ ഓർഡർ നമ്മൾ പഠിക്കണേ. ആ ഓർഡറിൽ ഹിസ് ഫേമസ് വർക്ക്സ് ആർ എന്ന് പറഞ്ഞിട്ട് ഓരോ വർക്ക്സ് നമ്മൾ എഴുതാം. ഗീതാഞ്ജലി ദ ഹോം ആൻഡ് ദ വേർഡ് ദെൻ സ്ട്രേ ബേർഡ്സ്. അതെങ്ങനെ നമ്മൾ എഴുതുക? ഹിസ് ഫേമസ് വർക്ക്സ് ആർ, അവളാണെങ്കിൽ ഹെർ, ലേഡി ആണെങ്കിൽ ഫേമസ് ലേഡി ആണെങ്കിൽ ഹെർ ഫേമസ് വർക്ക്സ് ആർ. ഹെർ ഹിസും കൺഫ്യൂഷൻ ആണ്, ഹിസ് അവന്റെ, ഹെർ അവളുടെ. ഹിസ് ഫേമസ് വർക്ക്സ് ആർ എന്താണ്? ഗീതാഞ്ജലി. ദെൻ നെക്സ്റ്റ് എന്താണ്? ആൻഡ് ദ വേർഡ് എന്ന് നോക്കിയേ. ഇങ്ങനെ വർക്ക്സ് ഒക്കെ എഴുതുമ്പോൾ ഞാൻ ഒന്ന് ശ്രദ്ധിക്കണേ. ഹിസ് ഫേമസ് വർക്ക്സ് ആണ് നമ്മൾ ഫസ്റ്റ് ആ ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇത് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമ്മൾ ശ്രദ്ധിക്കുക, വർക്ക്സ് ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ഒക്കെ നമ്മൾ എഴുതുമ്പോൾ അത് നമ്മൾ ക്യാപ്സിലേക്ക്, ഫസ്റ്റ് ലെറ്റർ ഒക്കെ ക്യാപ്സിൽ എഴുതാൻ ശ്രദ്ധിക്കാം. ഫസ്റ്റ് ലെറ്റർ ഒക്കെ ക്യാപ്സിൽ എഴുതാൻ മറന്നു പോറ്. നമ്മൾ സ്മോൾ ലെറ്ററിൽ കൊമേറ്റ് സ്മോൾ ലെറ്റർ എഴുതുമ്പോൾ ആ ഒരു വാല്യൂ ചെയ്യുന്ന ഇംപ്രഷൻ കുറക്കാണ്. കാരണം ഇതൊക്കെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ഒക്കെയാണ്. ഒരു പെർട്ടിക്കുലർ വർക്ക്സ് ഒക്കെ മെൻഷൻ ചെയ്ത് പറയുമ്പോൾ നമ്മൾ ക്യാപ്സ് ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ലെറ്ററിൽ ക്യാപ്സിൽ എഴുതിയിട്ട് കൊമേറ്റ് നല്ല ഭംഗിയായിട്ട് അത് എഴുതി വെക്കുക. 1.5 മാർക്ക് പോലും കുറയാതെ നമുക്ക് ആ ഫുൾ മാർക്സ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ബുക്സ് ഓക്കെ അല്ലേ? ഹിസ് ഫേമസ് വർക്ക്സ് ആർ. ഓക്കെ, അല്ലെങ്കിൽ ലേഡിയെ കുറിച്ചാണെങ്കിൽ ഹെർ ഫേമസ് വർക്ക്സ് ആർ. ഓക്കെ, ആ സ്റ്റെപ്പും കഴിഞ്ഞു. നെക്സ്റ്റ് എന്താണ്? അവാർഡ്സിന്റെ കാര്യമാണ്. അവാർഡ്സ്. ഓക്കെ, അവാർഡ്സ് എങ്ങനെ നമുക്ക് എഴുതാൻ നോക്കാം. ശ്രദ്ധിക്കുക, ടാഗോറിന്റെ കേസിൽ അവാർഡ്സ് നമ്മൾ ഒറ്റ അവാർഡ്സേ ഉള്ളൂ. അതാണ് ഫേമസ് അവാർഡ്, നൊബേൽ പ്രൈസ് ആണ്. നൊബേൽ പ്രൈസ് ആണ്, അത് നമുക്കറിയാം. ഗീതാഞ്ജലി എന്നതിന് നൊബേൽ പ്രൈസ് കിട്ടിയ ഇന്ത്യക്കാരനാണ് ടാഗോർ അല്ലെ. ടാഗോറിന്റെ കേസിൽ അവാർഡ്സിൽ ഒരു അവാർഡേ ഉള്ളൂ, അതാണ് നൊബേൽ പ്രൈസ്. അപ്പോൾ അവാർഡ്സിൽ ഒറ്റൊരു അവാർഡ് മാത്രമാണ് കൊടുത്തിനെങ്കിൽ നമ്മൾ എന്ത് എഴുതുക? ഒറ്റൊരു അവാർഡ് മാത്രമേ. ചില സമയത്ത് പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നിട്ട് 2-3 അവാർഡ്സ് ഉണ്ട്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ടാഗോറിന്റെ കേസിൽ ഒരു അവാർഡാണ് കൊടുത്തിട്ടുള്ളത്, നൊബേൽ പ്രൈസ്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുന്ന നോക്കിയേ. അതായത് ഫസ്റ്റ് ഇന്ത്യക്കാരനാണ് നൊബേൽ പ്രൈസ് കിട്ടിയ ഫസ്റ്റ് ഇന്ത്യക്കാരനും കൂടിയാണ്. ഇന്ത്യയിൽ ഫസ്റ്റ് നൊബേൽ പ്രൈസ് കിട്ടിയത് രവീന്ദ്രനാഥ് ടാഗോറിനാണ്. അപ്പൊ നമ്മളത് എങ്ങനെ എന്താണ് എഴുതേണ്ടത് നോക്കിയേ. രവീന്ദ്രനാഥ് ടാഗോർ വോൺ നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. ഒരു അവാർഡ് ആണെങ്കിൽ നമ്മൾ അങ്ങനെ എഴുതിയാൽ മതി. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. എന്താ? ഫസ്റ്റ് ഇന്ത്യക്കാരനാണ്, ഇന്ത്യയിൽ ഫസ്റ്റ് കിട്ടിയത് രവീന്ദ്രനാഥ് ടാഗോറിനാണ്. നമ്മൾ എന്താ എഴുതുക? രവീന്ദ്രനാഥ് ടാഗോർ വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു വോൺ നൊബേൽ പ്രൈസ്. രവീന്ദ്രനാഥ് ടാഗോർ വാസ് ഫസ്റ്റ് ഇന്ത്യൻ ടു നൊബേൽ പ്രൈസ്. ക്ലിയർ? ഒറ്റൊരു അവാർഡാണ്. അത് ഈ അവാർഡിന്റെ സ്പെഷ്യാലിറ്റി ഉണ്ട്, കാരണം ഫസ്റ്റ് ഇന്ത്യൻ ആണല്ലേ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്താ ടാഗോർ വോൺ നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ, അല്ലെങ്കിൽ വേറൊരാളിൽ ഏതെങ്കിലും ഒരു അവാർഡ് മാത്രമേ കൊടുത്തിട്ടില്ലെങ്കിൽ ആ വ്യക്തിയെയും ദെൻ വോൺ ഇൻ ദ പ്രൈസ് അല്ല പത്മഭൂഷൺ ഇൻ ലിറ്ററേച്ചർ, അല്ലെങ്കിൽ നമ്മൾ ആ അവാർഡ്സ് മെൻഷൻ ചെയ്ത് ഒറ്റ അവാർഡാണെങ്കിൽ നമ്മൾ ജസ്റ്റ് അത് മെൻഷൻ ചെയ്തിട്ട് ഇതിൽ നിന്നും പറയാം. അല്ല, ഒന്നിൽ കൂടുതൽ അവാർഡ്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ പത്മഭൂഷൺ, പത്മവിഭൂഷൺ അങ്ങനെ ഒന്നിൽ കൂടുതൽ അവാർഡ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാൻ നോക്കിയേ. ആ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഓർഡർ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഹി റിസീവ്ഡ് മെനി അവാർഡ്സ്. ഹി റിസീവ്ഡ് മെനി അവാർഡ്സ് ഇൻക്ലൂഡിങ് എഴുതിയിട്ട് ഇൻക്ലൂഡിങ്. ഹി റിസീവ്ഡ് മെനി അവാർഡ്സ് നമ്മൾ മനസ്സിൽ ബൈ ഹാർട്ട് ചെയ്ത് സെറ്റ് ആക്കി വെക്കുക. ഹി റിസീവ്ഡ് മെനി അവാർഡ്സ് ഒന്നിൽ കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഹി വോൺ ദ ഇന്ന അവാർഡ് എന്ന് പറയാം അല്ലെ. ഇന്ന പ്രൈസ് മാത്രം എഴുതിയിട്ട് സെന്റൻസ് ക്ലോസ് ചെയ്യുക, അവസാനിപ്പിക്കുക. ദെൻ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഹി റിസീവ്ഡ് മെനി അവാർഡ്സ് ഇൻക്ലൂഡിങ് എന്ന സെന്റൻസ് ബൈ ഹാർട്ട് ചെയ്താണ് വെക്കുക. ദെൻ ഓരോ അവാർഡും എടുത്ത് പറയാം. അവാർഡ് എഴുതുക. ഹി റിസീവ്ഡ് മെനി അവാർഡ്സ് ഇൻക്ലൂഡിങ് പത്മഭൂഷൺ, പത്മവിഭൂഷൺ അങ്ങനെ എഴുതുക. ദെൻ അതും ശ്രദ്ധിക്കുക മക്കളെ, അത് നിങ്ങൾ ഒരു ഫേമസ് ആയിട്ടുള്ള അവാർഡ്സ് ആണ്. അതൊന്നും നമ്മളിങ്ങനെ സ്മോൾ ലെറ്റർ എഴുതിയിട്ട് അതിനെ വില കുറച്ച് കാണാണ്ട് സ്റ്റാൻഡേർഡ് കൊടുക്കുക. അതെങ്ങനെ നമ്മൾ ക്യാപ്സിൽ എഴുതി നല്ല ഭംഗിയിൽ അത് ക്യാപ്സിൽ എഴുതി വെക്കുക. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ക്യാപ്സിൽ എഴുതി അവിടെ നമ്മൾ നല്ല വൃത്തിക്കട എഴുതി വെക്കുക. ഹി റിസീവ്ഡ് മെനി അവാർഡ്സ് ഇൻക്ലൂഡിങ് പത്മഭൂഷൺ. അപ്പൊ പി ക്യാപ്സിൽ, ദെൻ വി ക്യാപ്സിൽ, അങ്ങനെ ക്യാപ്സിൽ എഴുതി കൊമയിട്ടിട്ട് ക്യാപ്സിൽ എഴുതി വെക്കുക. ഓക്കെ, അപ്പോഴത്തേനും നോക്കുന്ന ആൾക്കൊരു ഇംപ്രഷൻ കീപ്പ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് എന്താണ്? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് എന്താണ്? ലാസ്റ്റ് പാർട്ടാണ് ഡ. എങ്ങനെ നമ്മൾ ഡ എങ്ങനെ എഴുതും സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, അതും സിമ്പിൾ ആണ്. ഹി ഡൈഡ് ഓൺ അല്ലെങ്കിൽ ഹി ഡൈഡ് ഇൻ. ഇതിൽ ഓൺ ഏതാണ്, ഇൻ ഏതാണ്? നമ്മൾ ഫസ്റ്റ്
ബർത്തിൽ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയാ ഡേറ്റ് ആൻഡ് ഇയർ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഡേറ്റ് ആൻഡ് ഇയർ കൊടുത്തിനെങ്കിൽ ഇവിടെ നമുക്ക് നോക്കിയാൽ ഹിൻസിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ. അടുത്തത് 7th August 1841 7th August 1841 നോക്കിയ മക്കളെ. ഡയഡ് ഓൺ ആണെങ്കിൽ ഹി ഡയഡ് ഓൺ എന്ന് പറയുമ്പോൾ എന്താ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിനെങ്കിൽ എങ്ങനെയാ ഡേറ്റ് ആൻഡ് ഇയർ 7th May 1841 എന്ന ഡേറ്റും കൊടുത്തിട്ടുണ്ട് 7 ദെൻ ഇയറും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചേർക്കുക ഓൺ ആണ് ചേർക്കുക പറഞ്ഞിട്ടുണ്ട് അല്ലെ. He died on 7th August 1941. Then year മാത്രമാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് എന്താ he died in the day 1941. year മാത്രമാണെങ്കിൽ date and year ആണെങ്കിൽ on ചേർക്കുക. ഫസ്റ്റ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്നൊക്കെ പ്ലേസ് ഡെത്ത് പ്ലേസും കൊടുത്തിനെങ്കിൽ എന്ത് ചെയ്യാ രണ്ട് സ്ഥലം കൊടുത്തിനെങ്കിൽ അറ്റ് അല്ലെങ്കിൽ ഇൻ. ചെറിയ പ്ലേസിന്റെ അടുത്ത അറ്റ്, വലിയ പ്ലേസിന്റെ അടുത്ത ഇൻ. പ്ലേസും കൊൽക്കത്ത ആൻഡ് വെസ്റ്റ് ബംഗാൾ ആണെങ്കിൽ എങ്ങനെ കൊടുക്കുക ഹി ഡയഡ് ഓൺ. ഇവിടെ തന്ന ഹിൻസിൽ ഡേറ്റും ഇയറും ഉള്ളത് കൊണ്ട് ഹി ഡയഡ് ഓൺ 7th August 1941 അറ്റ് കൊൽക്കത്ത ഇൻ വെസ്റ്റ് ബംഗാൾ. ക്ലിയർ. അറ്റും കൊടുത്ത് രണ്ട് സ്ഥലമുണ്ട്, അവിടെ അറ്റും കൊടുത്തു ഇന്നും കൊടുത്തു. ഒറ്റ സ്ഥലമാണെങ്കിൽ ഇന്ന് കൊടുത്താൽ മതി. ഓക്കെ ഓക്കെ മക്കളെ, സെറ്റ് ആയില്ലേ? നമുക്കൊന്ന് പ്രൊഫൈൽ റൈറ്റിംഗിന് ഫുൾ മാർക്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇത്രയും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഫുൾ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. ഒന്നും ജസ്റ്റ് നമുക്ക് റിവൈസ് ചെയ്യാം. ആ റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ കൂടെ ചെയ്യണേ. ഓക്കെ, നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യണേ. നമ്മൾ ഫസ്റ്റ് വൺ നെയിം ഓഫ് പേഴ്സൺ നമ്മൾ എഴുതി, ക്യാപ്സിൽ എഴുതി, അണ്ടർലൈൻ ചെയ്തു. ഓക്കെ, വിത്ത് അണ്ടർലൈൻ. അതെപ്പോഴും മനസ്സിൽ വരിക. അരമാർക്ക് അല്ലെങ്കിൽ 1 മാർക്ക് നമ്മൾ സ്കോർ ചെയ്യും. ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് വരുമ്പോൾ ഡേറ്റ് ആൻഡ് ഇയർ രണ്ട് ഡീറ്റെയിൽസ് ഒരുമിച്ച് കൊടുത്തിനെങ്കിൽ അവിടെ നമ്മൾ ഓൺ ചേർക്കുക. ഡേറ്റിന്റെ മുന്നിൽ ഓൺ ചേർക്കുക. ഓൺ 7th ഇന്ന ഡേറ്റ് ഇന്ന ഇയറിന് കൊടുക്കുക. ആ ഇയറിന് തൊട്ട് പിന്നെ നമ്മൾ ഇന്ന് ചേർക്കണ്ട. ദെൻ ഇയർ മാത്രമാണ്, ഡേറ്റ് തന്നിട്ടില്ല, വെറും ഇയർ മാത്രമാണെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചേർക്കും ഇൻ ചേർക്കും. ദെൻ ഡേറ്റ് ഓഫ് പ്ലേസ് നമ്മൾ പഠിച്ചു. പ്ലേസിന്റെ അടുത്ത രണ്ട് പ്ലേസ് തന്നില്ലെങ്കിൽ നമ്മൾ അവിടെ അറ്റ് അല്ലെങ്കിൽ ഇൻ. അല്ല, ഒറ്റ പ്ലേസ് ആണെങ്കിൽ ഇന്ന് മതി. ചെറിയ പ്ലേസിന്റെ അടുത്ത് അറ്റ്, വലിയ പ്ലേസിന്റെ അടുത്ത ഇൻ. ഓക്കെ, മറ്റൊരു പ്ലേസ് അത് ഒരു ഡിസ്ട്രിക്ട് മാത്രമാണ് തന്നില്ലെങ്കിൽ നമ്മൾ അവിടെ ഇൻ ആണ് ചേർക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ് പാരന്റ്സിന്റെ കേസിൽ അവര് ഹിസ് പാരന്റ്സ് അല്ലെങ്കിൽ ഹിസ് പാരന്റ്സ് വേർ. അത് ആറാണെങ്കിൽ അവർ ജീവിച്ചിരിപ്പുള്ളതാണെങ്കിൽ ആർ, ദെൻ മരിച്ചവരാണെങ്കിൽ വേർ. ഓക്കെ, ജീവനോടുള്ള അതായത് മരിച്ചിട്ടില്ല എങ്കിൽ ഹിസ് പാരന്റ്സ് അല്ലെങ്കിൽ ഹിസ് പാരന്റ്സ് വേർ. ദെൻ നെക്സ്റ്റ് എന്താണ് എഡ്യൂക്കേഷൻ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യത്തെ ഓർഡറിൽ എഡ്യൂക്കേഷൻ പറയുമ്പോൾ നമ്മൾ ഈ ഒരു മൂന്ന് ഓർഡർ പഠിച്ചു വെക്കുക. ഹി കംപ്ലീറ്റഡ് ഫ്രം ഇൻ. ഹി കംപ്ലീറ്റഡ് എന്ന് പറയുന്നത് ഹി കംപ്ലീറ്റഡ് എന്ന് കോഴ്സ്, ചിലപ്പോൾ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ. ഓക്കെ, ഹി കംപ്ലീറ്റഡ് ഇൻ ദ കോഴ്സ് ഫ്രം എവിടുന്ന്, ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒന്നിക്കൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ എന്താണ് കോളേജ് ഓർ സ്കൂൾ. ദെൻ ഇൻ സ്ഥലം. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ് പറഞ്ഞത് അവാർഡ്സ് ഹി റിസീവ്ഡ് മെനി അവാർഡ്സ് ഇൻക്ലൂഡിങ്. ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഹി റിസീവ്ഡ് മെനി അവാർഡ്സ് ഇൻക്ലൂഡിങ്. അതേ ഓർഡറിൽ പഠിച്ചു വെക്കുക. ദെൻ ഒറ്റ അവാർഡ് മാത്രമാണെങ്കിൽ ഹി വോൺ ഇൻ ദ പ്രൈസ് എന്ന് മാത്രം, അല്ലെങ്കിൽ ഒറ്റ അവാർഡ് ആണെങ്കിൽ ഹി വോൺ ഇൻ ദ പ്രൈസ് എഴുതി വെക്കുക. ബുക്സിന്റെ കേസിലാണെങ്കിൽ എങ്ങനെയാ ബുക്സ് എങ്ങനെയാ നമ്മൾ പറഞ്ഞത് ബുക്സ് ആണെങ്കിൽ ഹിസ് ഫേമസ് ബുക്സ് ആർ അല്ലെങ്കിൽ ഹിസ് ഫേമസ് വർക്ക്സ് ആർ എന്ന് പറഞ്ഞിട്ട് ഹിസ് ഫേമസ് ബുക്സ് ആർ അല്ലെങ്കിൽ ഹിസ് ഫേമസ് വർക്ക്സ് ആർ അതേ ഓർഡറിൽ വരിക. ഹിസ് ഫേമസ് വർക്ക്സ് ആർ, ഹിസ് ഫേമസ് ബുക്സ് ആർ. ആ ബുക്സിന്റെ പേര് എഴുതുക, കൊമേറ്റ് എഴുതുക. ദെൻ ആ ബുക്സിന്റെ പേര് എഴുതുമ്പോൾ കുറച്ച് ക്യാപ്സിൽ എഴുതുക. കാരണം ക്യാപ്സിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപ്സിൽ എഴുതുക. കാരണം ഫേമസ് ആയിട്ടുള്ള ബുക്കാണ്, നമുക്കതിൽ ഒരു ഇംപ്രഷൻ, ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വരുന്നത് ഡെത്തും ഡേറ്റ് പറഞ്ഞതുപോലെ തന്നെ ഫുൾ ഡീറ്റെയിൽ ഇയർ ആൻഡ് ഡേറ്റ് ആൻഡ് ഇയർ കൊടുത്തിനെങ്കിൽ ഓൺ ചേർക്കുക. അല്ല, ഇയർ മാത്രമാണെങ്കിൽ ഇൻ ചേർക്കുക. ദെൻ രണ്ട് പ്ലേസ് കൊടുത്തിനെങ്കിൽ അറ്റ്, ചെറിയ പ്ലേസിന്റെ അടുത്ത അറ്റ്, ദെൻ വലിയ പ്ലേസിന്റെ അടുത്ത ഇൻ. ഓക്കെ, ഡിസ്ട്രിക്ട് പോലുള്ള ഡിസ്ട്രിക്ട് ഒക്കെയാണ് കൊടുത്തിനെങ്കിൽ അവിടെ ഒന്നും നോക്കണ്ട, ഇൻ ചേർക്കുക. ഓക്കെ, ഡിസ്ട്രിക്ട് കൺട്രീസ് ഒക്കെ ആണെങ്കിൽ ഇൻ ചേർക്കുക. രണ്ട് പ്ലേസ് കൊടുത്തിനെങ്കിൽ ചെറിയ പ്ലേസ് നോക്കിയിട്ട് അറ്റ്, വലിയ പ്ലേസ് നോക്കിയിട്ട് ഇൻ. ഓക്കെ അല്ലേ മക്കളെ? നമ്മൾ നോക്കാം. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഹിൻസ് എന്ന പ്രൊഫൈൽ ഞാനിപ്പോ സ്ക്രീനിൽ കൊടുക്കും. നമ്മൾ ഈ പറഞ്ഞ അതേ ഓർഡറിൽ അവിടെ സ്ക്രീനിൽ കാണാം. നിങ്ങൾ നോക്കുക, ഈ ഓർഡറിൽ തന്നെ പഠിച്ചു നോക്കുക. ഫുൾ മാർക്സ് നിങ്ങൾ സ്കോർ ചെയ്യാം. 1.5 മാർക്ക് പോലും വിടാൻ നിൽക്കാം. 1.5 മാർക്കാണ് വിട്ടുകളയരുതേ. കാരണം നമുക്കറിയാം അവർ മാക്സിമം നമ്മളെ എങ്ങനെ മാർക്ക് കുറക്കാന്ന് അവർ നോക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ കൂട്ടാന്നുള്ളൊരു ഇംപ്രഷൻ കീപ്പ് ചെയ്ത്. അതാ ഞാൻ പറഞ്ഞത്
ഫേമസ് ആയിട്ടുള്ള വർക്ക്സ്, ദെൻ അവാർഡ്സ്, അതൊക്കെ എഴുതുമ്പോൾ നമ്മൾ ഫസ്റ്റ് ലെറ്റർ ക്യാപ്സിൽ എഴുതാൻ നോക്കുക. നല്ല ഭംഗി അത് നീറ്റായിട്ട് എഴുതുക. ഓക്കെ, സെൻട്രലായിട്ട് തന്നെ പേര് എഴുതുക, അതിന് അണ്ടർലൈൻ ചെയ്തൊക്കെ കാണുമ്പോൾ തന്നെ എന്താണ് നോക്കുന്ന ഒരു ഇംപ്രഷൻ കീപ്പ് ചെയ്യും. ഓക്കെ, ഒരു ഇംപ്രഷൻ ഉണ്ടാകും. ഓക്കെ അപ്പോഴേക്ക് തന്നെ ഫുൾ മാർക്സ് നമുക്ക് ആ ഒരു നീറ്റിലായിട്ട് എഴുതാൻ ശ്രദ്ധിക്കാം. ഓക്കെ, പ്രൊഫൈൽ റൈറ്റിംഗ് ഓക്കെ ആയില്ലേ, സെറ്റ് ആയില്ലേ? ഓക്കെ, നമുക്ക് ഫുൾ മാർക്സ് കിട്ടൂലേ? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രൊഫൈൽ റൈറ്റിംഗ് ആണ്. നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു, സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതൊക്കെ ഈ ഓർഡറിൽ തന്നെ നമ്മൾ പഠിച്ചു വെക്കുക. എക്സാമിന് പോകുമ്പോൾ പേനയും പെൻസിലും എടുക്കുന്നത് പോലെ തന്നെ ഈ പ്രൊഫൈൽ റൈറ്റിങ്ങിന്റെ എല്ലാ കാര്യങ്ങളും നമ്മുടെ മൈൻഡിൽ ഓക്കെ ആയിരിക്കണം. കാരണം എന്താ, ഇത് മസ്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, ഇത് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഇത് ഒരിക്കലും ഇല്ലാണ്ടിരിക്കില്ല. എല്ലാ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് അല്ലെ. എന്താണ്, പ്രൊഫൈൽ റൈറ്റിംഗ് മസ്റ്റ് ആണ്. എല്ലാ കുട്ടികൾക്കും, എല്ലാ ലെവലിലെ കുട്ടികൾക്കും കംപ്ലീറ്റ് ആയിട്ട് എഴുതാം. അത് പാസ്സാകാനുള്ള ഒരു ടെക്നിക്കാണ്, മാർക്ക് സ്കോർ ചെയ്യാനുള്ളത് ഒരു ഏരിയ ആണ്. ഓക്കെ, ശ്രദ്ധിക്കാം. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.